വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ കേറ്റഡ് LP UP എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സൈക്കോളജി, അത് ടോപ്പിക് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും മറ്റുള്ള ക്ലാസ്സുകൾ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് മനസ്സിലാക്കി വെക്കാം. തീർച്ചയായും നിങ്ങൾക്ക് അത് എക്സാമിനേഷൻ ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ ഇന്ന് കേറ്റഡ് എക്സാമിനേഷൻ കാറ്റഗറി 2 പ്രിപ്പയർ ചെയ്യുന്ന സയൻസ്, മാത്സും ഓപ്ഷൻ ആയിട്ട് എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സയൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആണ്. അപ്പൊ ഇത് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഘടകങ്ങളുടെ തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ഘടകങ്ങളുടെ തിളനിലയിൽ നേരിയ വ്യത്യാസ മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആംശിക സ്വേദനം. ഇനി വൈവിധ്യവൽക്കരണത്തിന് വിധേയമായി വ്യത്യസ്ത തരം കോശങ്ങളായി മാറാനുള്ള ഒരു കോശത്തിന്റെ കഴിവിനെ എന്തെന്നറിയപ്പെടുന്നു? അപ്പൊ വൈവിധ്യവൽക്കരണത്തിന് വിധേയമായി വ്യത്യസ്ത തരം കോശങ്ങളായി മാറാനുള്ള ഒരു കോശത്തിന്റെ കഴിവ് എന്തെന്നറിയപ്പെടുന്നു? ടോട്ടിപൊട്ടൻസി എന്ന് അറിയപ്പെടുന്നു. അപ്പം എന്തൊക്കെ പഠിച്ചു? ഘടകങ്ങളുടെ തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആംശിക സ്വേദനം. ഇനി വൈവിധ്യവൽക്കരണത്തിന് വിധേയമായി വ്യത്യസ്ത തരം കോശങ്ങളായി മാറാനുള്ള കോശത്തിന്റെ കഴിവിനെ എന്തെന്നറിയപ്പെടുന്നു? ടോട്ടിപൊട്ടൻസി എന്ന് അറിയപ്പെടുന്നു. നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി ഏതാണ്? ഫീമർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി ഫീമർ എന്നറിയപ്പെടുന്നു. ഇനി സോളാർ കുക്കറിൽ ഉപയോഗപ്പെടുത്തുന്ന ദർപ്പണം ഏതാണ്? സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവാണ് എന്താണ്? കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവ് പെർമിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നു. കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന വസ്തുക്കളുടെ കഴിവിനെ പെർമിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നു. NaOH അറിയപ്പെടുന്നത് എങ്ങനെയാണ്? NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്നതിനെ കാസ്റ്റിക് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. NaOH അറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡ എന്നാണ്. അടുത്ത നോക്കാം. ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുന്നത്? ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുന്നത്? ചൂടാക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു എന്ന ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുന്നത്. തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്ന ദ്രാവകങ്ങളുടെ ഗുണം എന്താണ്? ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. നോക്കാം. ഫിനോഫ്തലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏതാണ്? ഫിനോഫ്തലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറമാണ് പിങ്ക്. അടുത്ത നോക്കാം. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞ പോലെ കാണുന്നതിന് കാരണം എന്ത് പ്രതിഭാസമാണ്? ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണുന്നതിന് കാരണം എന്ത് പ്രതിഭാസമാണ്? അപവർത്തനം എന്ന പ്രതിഭാസമാണ്. ഇനി നോക്കാം. നിറയെ ജലമുള്ള ഒരു പാത്രത്തിന്റെ അടിവശത്തു നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന വായുകുമിളകളുടെ വലിപ്പം കൂടുന്നതിന്റെ കാരണം എന്താണ്? എന്താണ്? നിറയെ ജലമുള്ള ഒരു പാത്രത്തിന്റെ അടിവശത്തു നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന വായുകുമിളകളുടെ വലിപ്പം കൂടുന്നതിന് പ്രധാന കാരണം എന്താണ്? ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്നതനുസരിച്ച് ജലമർദ്ദം കൂടുന്നു. ഉപരിതലത്തിൽ നിന്ന് ആഴം കൂടുന്നതനുസരിച്ച് ജലമർദ്ദം കൂടുന്നത് കൊണ്ടാണ് ജലത്തിന് ഉള്ളിൽ നിന്ന്, അതായത് ഒരു പാത്രത്തിൽ ജലം എടുത്താൽ ജലത്തിന്റെ പാത്രത്തിന് അടിവശത്തു നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായുകുമിളകളുടെ വലിപ്പം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉപരിതലത്തിൽ നിന്ന് ആഴം കൂടുന്നതനുസരിച്ച് ജലമർദ്ദം കൂടുന്നു. ഇനി വിനാഗിരിയും അപ്പക്കാരവും പുറത്തേക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? വിനാഗിരിയും അപ്പക്കാരവും പുറത്തേക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത നോക്കാം. മൈക്രോ ടീച്ചിന്റെ വക്താവ് ആരാണ്? മൈക്രോ ടീച്ചിന്റെ വക്താവ് എന്നറിയപ്പെടുന്ന DW അലൻ ആണ്. മൈക്രോ ടീച്ചിന്റെ വക്താവ് ആരാണ്? DW അലൻ. ബെർണോളജി തത്വം അനുസരിച്ച് എന്താണ് ബെർണോളജി പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്? വാതകമർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, അല്ലെങ്കിൽ വ്യാപ്തം കൂടുമ്പോൾ വാതകമർദ്ദം കുറയുന്നു. ബെർണോളജി തത്വം അനുസരിച്ച് വാതകമർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം കുറയുന്നു. ഇനി ഒരു രോഗിയുടെ കേസ് ഷീറ്റിൽ അയാളുടെ രക്തസമ്മർദ്ദം 140/100 mmHg എന്ന് രേഖപ്പെടുത്തിയാൽ അയാളുടെ രോഗാവസ്ഥ എന്താണ്? അപ്പൊ ഇവിടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 80/120 ആണ് ആകേണ്ടത്. എന്താണ്? അതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇവിടെ 140/100 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അയാളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടുന്നു. അടുത്ത നോക്കാം. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന കൂടുതലായിട്ട് അനുയോജ്യമായത് ഇതാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് കോൺകേവ് ദർപ്പണമാണ്. അപ്പൊ കോൺകേവ് ദർപ്പണമാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്ന കാരണം എന്താണ്? വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ആണ്.
ഇനി മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യപരിധി എത്രയാണ്? മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യപരിധി എന്ന് പറയുന്നത് 7.35 മുതൽ 7.45 വരെയാണ്. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യപരിധി എത്രയാണ്? 7.35 മുതൽ 7.45 വരെയാണ്. അപ്പൊ നമ്മള് പഠിച്ചത് എന്താണ്? ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമേത്? കോൺകേവ് ദർപ്പണം എന്ന് പഠിച്ചു. ഇനി വിറക് കത്തുന്ന അടുപ്പിന് സമയത്ത് നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള കാരണം വികിരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.35 മുതൽ 7.45 വരെയാണ്. അടുത്ത് നോക്കാം, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്താണത്? തന്മാത്രയാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഇനി ഏത് ശാസ്ത്ര പ്രവർത്തന ശേഷിയിലാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെയുള്ള പരിശോധന ഉൾപ്പെടുത്തുന്നത്? ഏത് ശാസ്ത്ര പ്രവർത്തന ശേഷിയിലാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെയുള്ള പരിശോധന ഉപയോഗപ്പെടുത്തുന്നത്? ഏത് ശാസ്ത്ര പ്രവർത്തന ശേഷിയാണ്? പരീക്ഷണമാണ്. അപ്പൊ പരീക്ഷണം എന്ന ശാസ്ത്ര പ്രവർത്തന ശേഷിയിലൂടെയാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെയുള്ള പരിശോധന ഉപയോഗപ്പെടുത്തുന്നത്. ഇനി നോക്കാം, പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏതാണ്? പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം എന്നറിയപ്പെടുന്ന ആമാശയമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കിയാലോ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഘടകങ്ങളുടെ തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? അംശിക സ്വേദനം. ഈ വൈവിധ്യവൽക്കരണത്തിന് വിധേയമായി വ്യത്യസ്ത തരം കോശങ്ങളായി മാറാനുള്ള കോശത്തിന്റെ കഴിവ് എന്തെന്നറിയപ്പെടുന്നു? ടോട്ടിപൊട്ടൻസി. അടുത്ത നോക്കാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി എന്നറിയപ്പെടുന്നത് ഫീമർ ആണ്. സോളാർ കുക്കർ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. കാന്തിക ഫ്ലക്സിന് ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളെ കഴിവിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പെർമിയബിലിറ്റി. അടുത്ത നോക്കാം, NaOH എന്നറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡയാണ്. ഇനി ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുന്നത്? ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ്? ചൂടാക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു എന്ന ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുന്നത്. ഈ ഫിനോഫ്തലീൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏതാണ്? പിങ്ക് നിറമാണ്. അടുത്ത നോക്കുക, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞ പോലെ കാണുന്നതിന് കാരണം ഏത് പ്രതിഭാസമാണ്? അപവർത്തനം. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞ പോലെ കാണുന്നതിന് കാരണം എന്താണ്? അപവർത്തനം. നിറയെ ജലമുള്ള ഒരു പാത്രത്തിന്റെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായുകുമിളകളുടെ വലിപ്പം കൂടുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഉപരിതലത്തിൽ നിന്ന് ആഴം കൂടുന്നതനുസരിച്ച് ജലമർദ്ദം കൂടുന്നു. ഉപരിതലത്തിൽ നിന്ന് ആഴം കൂടുന്നതനുസരിച്ച് ജലത്തിന്റെ മർദ്ദം കൂടുന്നു. ഈ വിനാഗിരിയും അപ്പക്കാരും പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വിനാഗിരിയും അപ്പക്കാരും പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത നോക്കാം, മൈക്രോ ടീച്ചിങ്ങിന്റെ വക്താവ് എന്നറിയപ്പെടുന്നത് DW അലൻ ആണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ വക്താവ് എന്നറിയപ്പെടുന്നത് DW അലൻ. ബെർണോളജി തത്വം അനുസരിച്ച് വാതക മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. ബെർണോളജി പ്രിൻസിപ്പിള് വാതക മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഇനി രോഗിയുടെ കേസ് ഷീറ്റിൽ അയാളുടെ രക്തസമ്മർദ്ദം 140/100 mmHg എന്ന് കാണിച്ചാൽ അയാളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. അടുത്ത് നോക്കാം, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന കൂടുതൽ അനുയോജ്യമായത് ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യം. ഇനി വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂടനുഭവപ്പെടാനുള്ള പ്രധാന കാരണം എന്താണ്? വികിരണമാണ്. മനുഷ്യരത്തിലെ pH മൂല്യപരിധി എത്രയാണ്? 7.35 മുതൽ 7.45 വരെയാണ് മനുഷ്യരത്തിലെ pH മൂല്യം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. ഏത് ശാസ്ത്ര പ്രവർത്തന ശേഷിയിലാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെ പരിശോധന ഉപയോഗപ്പെടുത്തുന്നത്? പരീക്ഷണം എന്ന ശാസ്ത്ര പ്രവർത്തന ശേഷിയിലാണ്. ഇനി പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏതാണ്? ആമാശയം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അത് ഒത്തിരി പ്രാവശ്യം കേട്ടത് LPUP എക്സാമിനേഷൻ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും മറ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.